ആ പാവപ്പെട്ട സഹോദരന് കൊടുക്കേണ്ട ഒരു മഗ്ഫിറത്തിന്റെ, ഒരു പാപമോചനത്തിന്റെ ഒരു പ്രാർത്ഥന പോലും നടത്താതെ മുസ്ലിം സഹോദര സഹോദരിമാരെ മയ്യത്ത് വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങളും കോലാഹലങ്ങളും എത്രയെത്ര മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടത് നൂറുകണക്കിനാണ്. പത്തര ഇങ്ങനെ 10ഉം 15ഉം അടിച്ചിറക്കിയിട്ടിരിക്കുക മയ്യത്ത് വീട്ടിൽ. ധാരാ ഇത് പഠിപ്പിച്ചത്? ഏത് വാപ്പയാണ് ഇത് പഠിപ്പിച്ചത്? ഏത് ആലിമീങ്ങൾ അതിന് പിന്തുണയുണ്ടോ? ഏതെങ്കിലും സംഘടനകൾ അതിന് പിൻബലമുണ്ടോ? ഇതൊക്കെ ഓരോ നാട്ടിലെ പ്രവർത്തനമായി കൊണ്ടുവന്ന് അത് അംഗീകാരമുള്ളതായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, പ്രിയപ്പെട്ട മുസ്ലിം മക്കളുടെ വീടുകളുടെ അകത്തളങ്ങൾ പോലും ഇത്തരത്തിലെത്തിയില്ലേ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? സഹോദരങ്ങളെ ചിന്തിക്കും. പത്രം കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുക. വാപ്പ മരിച്ചോട്ടോ 10 പത്രം ഇറക്കിയേക്കുന്നു. രാവിലെ വിളിച്ചേറിയ കാര്യമാണ്. വരുന്നവർക്ക് മുഴുവൻ പത്രം വായിച്ച് പിരിയാനുള്ള ഒരു അവസരമായി മയ്യത്ത് വീടുകൾ മാറിയിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തിനാ അങ്ങനെ ഇടുന്നത്? ആ മകൻ റിട്ടയർഡ് SP, അത് വിവരമൊന്നും അതിനകത്ത് വന്നിട്ടുണ്ട്. ഇല്ല കളക്ടർ ആയിരുന്നു, ഇല്ല മകൻ റിട്ടയർഡ് അധ്യാപകനാണ്. ആ വാർത്ത അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അതിനകത്തുണ്ട് കേട്ടോ, മരുമോനെ അതിനകത്ത് നമ്മുടെ വാർത്തയുണ്ട്, നോക്കൂ. ഇതാ സംഭവം. എല്ലാവർക്കും പേരെടുക്കണം. അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള മരണ വാർത്തകൾ ജനങ്ങൾ അറിയിക്കുക. മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ അഡ്രസ് മുഴുവൻ എഴുതി അദ്ദേഹത്തിന്റെ കുടുംബാദികളിൽ ലിസ്റ്റ് എഴുതി വെക്കുന്ന ആളുകൾ പത്രത്തിൽ കൊടുക്കാൻ. ഇതൊക്കെ ഇന്ന് സമുദായത്തിൽ നടക്കുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോ ആ ഖബറിൽ നടക്കുന്ന ഭീമാകാരമാകുന്ന രംഗങ്ങൾ ഓർത്തൊന്ന് കണ്ണീർ പൊഴിക്കാൻ, ഒന്ന് പൊട്ടിക്കരയാൻ, ഒരു സാലിഹാകുന്ന മയ്യത്തായിട്ട് എനിക്കൊന്നും മാറണമെന്ന് ചിന്തിക്കാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. ആ ഉമ്മയോടൊപ്പം നാളെ പള്ളിക്കാട്ടിൽ 6 മണ്ണിന്റെ ഇരുട്ടറയിൽ ഞാനും പോയി കിടക്കേണ്ടതാണെന്നുള്ള ചിന്തയോടുകൂടി ഉമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതി ഖത്മ ചെയ്തുകൊണ്ട് ഹദിയാക്കാൻ ഇന്ന് സാലിഹ്യങ്ങളാകുന്ന മക്കളില്ലാതെ പോകുന്ന കാലഘട്ടം. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിയിരിക്കുന്നു സഹോദരങ്ങളെ? ആ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവസ്ഥയാണ് പറയുന്നത്. ഖബർ വിളിച്ചു ചോദിക്കുക, ഖബർ സംസാരിക്കും. അന ബൈത്തുൽ വഅന ബൈത്തുൽ വഹ്ശാ വഅന ബൈത്തുൽ ഗുർബാ. ഞാനതാ പുഴുക്കളുടെ വീടാണ്, ഏകാന്തതയുടെ ഭവനമാണ്, ഒറ്റപ്പെടലിൻ്റെതാകുന്ന ദിവസമാണ്, ഒറ്റപ്പെടലിൻ്റെതാകുന്ന കുടിലാണ്, വീടാണ്. എന്നെ കുറിച്ച് നീ എന്താണ് കരുതിയത്? എന്നെ കുറിച്ച് നീ എന്താണ് വിചാരിച്ചത്? നീ എന്താണ് എന്നെ കുറിച്ച് മനസ്സിലാക്കിയത്? അന ബൈത്തുൽ ദൂത്, ഞാൻ പുഴുക്കളുടെ വീടാണ്. വഅന ബൈത്തുൽ വഹ്ശാ, ഞാൻ ഒറ്റപ്പെടലിന്റെ വീടാണ്. വഅന ബൈത്തുൽ ഗുർബാ, ഒരാൾ പോലും തുണയില്ലാത്തതാകുന്ന ഒറ്റയ്ക്ക് കഴിയേണ്ട ഭവനമാണ്. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറെന്ന് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിക്കപ്പെട്ടു പോയി, മായുബകീക യാ ഉസ്മാൻ, എന്തിനാണ് ഉസ്മാനെ നിങ്ങൾ ഖബർ കാണുമ്പോൾ കരയുന്നത്, ഖബർ കേൾക്കുമ്പോൾ കരയുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നഹു അവ്വലു മൻസിലിൻ ഫിൽ മനാസിലിൽ ആഖിറ. ഞാൻ ഖബർ കേൾക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ കരയാനുള്ള കാരണം അത് മറ്റൊന്നുമല്ല സാബത്തെ. ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനമാണ്. ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ ദി അളീമതി വഇല്ലാ ഫൈനി ലാ ഖാലൂക നാജിയാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിന്റെ സമീപത്ത് എത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖബറാളികളോട് വിളിച്ചു പറയുമായിരുന്നു അത്രേ. അദ്ദേഹം വിളിച്ചു പറയുമായിരുന്നു അത്രേ, ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ ദി അളീമതി വഇല്ലാ ഫൈനി ലാ ഖാലൂക നാജിയാ. അല്ലയോ പ്രിയപ്പെട്ട സഹോദരാ, ഖബറിൽ കിടക്കുന്ന സഹോദരി, ഈ ഖബറിൽ നിന്ന് നീ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നീ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ്. വൈലാ
ഈ ഖബറിൽ നിന്ന് നീ രക്ഷ പ്രാപിച്ചില്ല എങ്കിൽ നിന്നെ ഒരിക്കലും രക്ഷപ്പെട്ടവനായി ഞാൻ വിചാരിക്കുകയില്ല. ഈ ഖബറിൽ നീ രക്ഷപ്പെട്ടാൽ നീ മഹ്ശറിൽ രക്ഷപ്പെട്ടവനാണ്. ഈ ഖബറിൽ നീ രക്ഷപ്പെട്ടാൽ സിറാത്തിൽ രക്ഷപ്പെട്ടവനാണ്. ഈ ഖബറിൽ നീ രക്ഷപ്പെട്ടാൽ നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്തും രക്ഷപ്പെട്ടവനാണ്. വഇല്ല ഫഇന്നി ലഅഖാലുക നാജിയാ. ഇല്ല ഇല്ല, നീ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എങ്കിൽ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന്, അതിന്റെ നൊമ്പരത്തിൽ നിന്ന്, അതിന്റെ വിഷമത്തിൽ നിന്ന്, അതിന്റെ ദുഃഖത്തിൽ നിന്ന്, അതിന്റെ വിരഹത്തിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ല എങ്കിൽ ഫഇന്നി ലഅഖാലുക നാജിയാ. നിന്നെ ഒരിക്കലും രക്ഷപ്പെട്ടവനായി ഞാൻ വിചാരിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഖബറിന്റെ അടുക്കൽ എത്തിയിട്ട് ഇത് പാടുമായിരുന്നു. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന. റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. തഴവാ ഉസ്താദ് അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഈ അൽമവാഹിബുൽ ജലിയ വീട്ടിലുള്ളവരെന്ന് കൈപൊക്കിക്കേ, ഒന്ന് കൈപൊക്കിക്കേ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അതൊക്കെ എല്ലാ വീട്ടിലും വേണ്ടതാണ്. മലബാർ ദേശത്ത് നിന്ന് അവരുടെ അടുത്ത് കൈവക്കാൻ പറഞ്ഞിട്ട് മുഴുവൻ ആളുകളും, ഒരാൾ പോലും ഇല്ല, വെറുതെ അല്ല, അവരൊക്കെ മുഴുവൻ ആളുകളെ വീട്ടിലോട്ട്. അതിൽ ഒന്ന് രണ്ട് ആളുകൾ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അവര് പേപ്പറിൽ എഴുതി എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മാക്കും എന്റെ വാപ്പാക്കും ഒക്കെ ഖാസായി സ്വന്തമായിട്ടതുണ്ടായിരുന്നു. ഖുർആൻ പോലെ അവരൊരു നിധിയായി കാത്തു സൂക്ഷിച്ചിരുന്നു അൽ മവാഹിബുൽ ജലിയ. കരുനാഗപ്പള്ളിക്കാരുടെ ദേശത്ത് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ്. ഞാനതിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരനൊന്നും അല്ല, എനിക്കതുമായി ബന്ധവുമില്ല. വല്യുപ്പ അത് രചിച്ചതാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ ബന്ധം. പക്ഷെ ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളും അത് ഏറ്റെടുത്തു പോയി, സാധാരണക്കാരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉമ്മമാരുടെ ഹൃദയത്തിൽ അത് വലിയ പാഠമാണ്. ഇന്നും ഈ രണ്ട് ഈരടികൾ കേൾക്കാത്ത ഒരു വീടുമില്ല എന്നർത്ഥം. ഇത് പറയാത്ത ഒരു കരുനാഗപ്പള്ളിക്കാരനുമില്ല, ഇതറിയാത്തവരില്ല. എല്ലാവർക്കും മനപ്പാടമാണ്. ഇല്ല, മനപ്പാടമില്ലേ? ഒന്ന് പാടിക്കുക എല്ലാവരും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. എത്ര അർത്ഥമാണ് സഹോദരങ്ങളെ, അത് കേട്ടാലാണ് കരയാത്തത്. അതെന്തൊരർത്ഥമാണ് സത്യത്തിൽ. ആ കാവ്യശകലത്തിലൂടെ കൊണ്ടെത്തിക്കുന്നത് അങ്ങോട്ട് മരണത്തിലേക്കാണ്, ഖബറിലേക്കാണ്. അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. എത്ര ആലിമീങ്ങൾ, വലിയ വലിയ സാത്വികരാകുന്ന ഉലമാക്കൾ പോലും വടക്കൻ ജില്ലയിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ ആ ആലിമീങ്ങൾ പോലും അവർ പറഞ്ഞിട്ടുണ്ട് എത്ര വലിയ കാവ്യമാണ് തഴവ തീർത്തിട്ടുള്ളത്. കാരണം തഴവ ഉസ്താദിന്റെ ആ ബൈത്ത് കേൾക്കുന്ന സന്ദർഭത്തിൽ ഹൃദയം പൊട്ടാത്തവരില്ല. ഈമാൻ അല്പമുള്ളവനൊക്കെ ഹൃദയം പൊട്ടിപ്പോകും. കാരണം ഇന്ന് ദുനിയാവിൽ ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്ന നമ്മൾ ഖബറിൽ പോയി കടക്കാനുള്ളവരാണ്. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ഇന്ന് വലിയ മണിമാളികകൾ, മേടകൾ വെച്ച് ഉല്ലസിക്കുന്നവർ ഇന്ന് ഏറ്റവും കുറഞ്ഞത് 2 ബെഡ്റൂമെങ്കിലും എല്ലാ വീട്ടിലും വേണ്ട, 1 റൂമെങ്കിലും ഉണ്ട്. സുഖമായ രീതിയിൽ ഫാൻ സൗകര്യമുണ്ട്, എയർ കണ്ടീഷൻ റൂമിലാണ് നമ്മൾ കിടക്കുന്നത്. ഒന്ന് മണ്ണിനടിയിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ ചിന്തിച്ചു നോക്ക്. വേണ്ട, ഇന്ന് നമ്മൾ ഖബറിൽ കിടക്കല്ല, വെറുതെ ഒന്ന് അഭിനയിക്കാനെങ്കിലും ഒരു 10 മിനിറ്റ് 6 അടി മണ്ണിൽ കിടക്കുവോ? 6 അടിയൊന്നും ഇല്ല, അത് പറച്ചിലേ ഉള്ളൂ. ഇപ്പൊ 4 അടിയുള്ളൂ. 4 അടിയാണ് ഖബർ. ആ 4.5 അടി മണ്ണ് കബർ കുഴിച്ചിട്ട് അതിലൊരു 10 മിനിറ്റ് ഒന്ന് കടക്കാൻ, പകൽ വെളിച്ചത്തിൽ കടക്കാൻ പോലും നമ്മൾ തയ്യാറാവൂല. കാരണം എന്താ? നമുക്ക് അത്രത്തോളം ഈർഷ്യയാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അപ്പം ചിന്തിച്ചു നോക്കാം, കബറിൽ പോയി നമ്മൾ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? എന്താ ചിന്തിക്കാത്തത് സഹോദരൻ? എന്താ ചിന്തിക്കാത്തത്? നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നന്മ
അതൊരു മാളമല്ലേ, ഖബറല്ലേ, ഒരു കൂരിരുട്ടല്ലേ, ഇരുട്ടല്ലേ. 10 മിനിറ്റ് ഒരു കരണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആൾക്കാരെ വീട്ടിലോട്ട് നോക്കും. കരണ്ട് പോയി, അവിടെയും പോയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്, കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ശൈലി, കേരളീയ ശൈലി. എങ്ങനെയാ കരണ്ട് പോയ ഉടനെ മക്കളോട് ഒരു മക്കളുടെ അപ്പുറത്ത് പോയിട്ടുണ്ടോ എന്ന് അപ്പൊ പറയും ഉമ്മ അപ്പുറത്ത് പോയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ റാഹത്ത്, അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. പിന്നെ 5 ദിവസം കരണ്ട് ഇല്ലേലും കുഴപ്പമില്ല. അങ്ങനെ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ചവനെ നമ്മുടെ വീട്ടിൽ എന്ത് പറ്റിയടാ, കരണ്ട് ബില്ല് അടച്ചില്ലടാ മോനെ എന്ന് ചോദിച്ചു ബഹളോ. അത് പൊതുവെ നമ്മുടെ ഒരു ശൈലി. ഖബറിനകത്തേക്ക് വരുമ്പോ ഇരുട്ടാണ്. ആ ഖബറിൽ എന്താണ് നമ്മൾ വെളിച്ചമായി കൊണ്ടുപോയിട്ടുള്ളത്? ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഔസിനി, അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊന്ന് ഉപദേശം നൽകണേ, എനിക്കൊരു വസിയത്ത് നൽകണേ എന്ന് ലോകത്തിന്റെ നായകനോട് ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി തങ്ങൾ ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി തങ്ങൾ പറയുകയാണ്, സിദ്നി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും കൂടി അധികരിപ്പിക്കണേ നബിയേ, ഈ ഒരു ഉപദേശം മാത്രം പോരാ, വസിയത്തായിട്ട് എനിക്ക് എന്തെങ്കിലും കൂടി നൽകണേ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ് ഞാൻ, തഖ്വ വെക്കുന്നവനാണ് ഞാൻ, എന്റെ കണ്ണുകളെ സൂക്ഷിക്കുന്നവനാണ് ഞാൻ, സിനിമ കാണാതെ മോശപ്പെട്ട തലത്തിലേക്ക് എന്റെ കണ്ണുകളെ കൊണ്ടുപോകാതെ സൂക്ഷിക്കുന്നവനാണ് ഞാൻ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് റബ്ബേ. പക്ഷേ നബിയേ സിദ്നി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും അധികരിപ്പിക്കണേ നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞു അത്രേ, തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഓതണേ, ഖുർആനിന്റെ ജീവിതത്തിൽ നിത്യമാക്കണേ. തഖ്വ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് പറയുന്നത്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകൾ അത് ഹൃദയസ്ഥമാക്കാൻ നീ തുനിയണേ. എത്രയെത്ര സഹോദരങ്ങളാണ് കരുതാകപ്പള്ളിയിലുള്ളവർ, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട മകനെ ഞാൻ ഹാഫിളാക്കുകയാണ്, ആലിമാക്കുകയാണ്, എനിക്ക് ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരണം, അവൻ ഹാഫിളാകണം, ആലിമാകണം, നാളെ പാരത്രിക ലോകത്ത് എനിക്ക് അവനെ കൊണ്ട് വിജയിക്കണമെന്ന് പറയുന്ന എത്രയെത്ര മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട് ഈ വിനീതന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് തന്റെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയതാകുന്ന ആളുകൾ. അല്ലാഹുവേ അവരെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്, നീ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ നിന്റെ കൈപുസ്തകമാക്കണേ. നീ എവിടെ പോയാലും ഖുർആൻ വേണേ. ഹജ്ജിന് പോകുന്ന ആളുകളോടും ഉലമാക്കൾ പറഞ്ഞില്ലയോ, വയഖ്തിമൽ ഖുർആൻ ബിമിനാ, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പോകണേ. മിനയിൽ രാപാർക്കുന്ന സമയത്ത് ആ ഖുർആൻ ഖത്മാക്കണേ. അങ്ങനെ ഖുർആൻ നമ്മുടെ കയ്യിലെ ഒരു പുസ്തകമാണ്. എവിടെ പോയാലും നിന്റെ കയ്യിൽ വേണ്ടുന്നതാകുന്ന ഒരു പുസ്തകമാണ് ആ ഖുർആൻ എന്ന വിശുദ്ധ കലാം. നീ എപ്പോഴും നിത്യമായി ഓതിക്കഴിഞ്ഞാൽ ദുഖുറുൽ ലക ഫിൽ അർളി വദുഖുറുൽ ലക ഫിൽ ഖബരി വനൂറുൽ ലക ഫിൽ ഖബരി ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അത് നിനക്ക് ദുനിയാവിൽ സൂക്ഷിപ്പ് തത്താണ്, അത് ഖബറിൽ പ്രകാശമാണ്. നീ ഖുർആൻ ഈ ലോകത്ത് ഓതി തീർത്താലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖബറിലെ ഒരു അത്ഭുതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഖബറിലെ ഒരു അത്ഭുതം ലൈലത്തുൻ ഉസ്രിയ ബി ഇല സമായി, ആകാശലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോയ സമയത്ത് ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ കണ്ടു ഖബറിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. ഖബറിലെ അത്ഭുതം, ഖബറിൽ കൃഷി ചെയ്യുന്നു. ഈ സ്ഥലത്ത് എങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഈ സ്ഥലത്ത് എങ്ങനെ ഖബറിൽ കൃഷി ചെയ്യാ?
എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ നമുക്കല്ലേ, നമുക്കങ്ങനെയാണ് ഓർമ്മ വരുന്നത്. കാരണം നമ്മുടെ നന്മകളൊക്കെ അത്തരത്തിലുള്ളൂ. സാലിഹീങ്ങളാകുന്ന ആളുകൾ, സജ്ജനങ്ങൾക്ക് കണ്ണെത്താ ദൂരത്ത്, മദ്ദൽ ബസർ കണ്ണെത്തുന്നതാകുന്ന ദൂരം അത്രയും അവർക്ക് വിശാലത നൽകപ്പെടും. 6 അടി മണ്ണിന്റെ ഇരുട്ടറയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയതു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ കണ്ടുപോയി സ്വഹാബാ, യസ്റഊന ഫീ യൗം വയഹ്സുദൂന ഫീ യൗം. അവർ ഒരേ ദിവസം അതാ വിത്തിറക്കുകയാണ്, വൈകുന്നേരമാകുമ്പോ വയഹ്സുദൂന ഫീ യൗം. അതേ ദിവസത്തിൽ തന്നെ അവർ കൊയ്തെടുക്കും. രാവിലെ വിത്തിറക്കും, വൈകുന്നേരം കൊയ്തെടുക്കും. അങ്ങനത്തെ ചില ആളുകൾ. എന്താ എവിടെയത്? ഖബറിലെ കാര്യം, ഖബറിലെ അത്ഭുതം, കാണാൻ അറിയാത്ത അത്ഭുതം. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണല്ലോ ഉസ്താദേ. ഞാനിത് പറയുന്നു. ആദ്യമായിട്ട് കേൾക്കുന്ന ചില വിഷയങ്ങളാണ് ഖബറിൽ നടക്കുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇസ്റാ മിഅ്റാജ് നടത്തിയ രാവിൽ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് 27-ാം രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാണിച്ചു തന്നു ഒരു സമൂഹത്തെ, ഒരു കൂട്ടം ആളുകളെ. യസ്റഊന ഫീ യൗമിൻ വയഹ്സുദൂന ഫീ ദാലിക യൗം. രാവിലെ തന്നെ അവർ വിത്തിറക്കുന്നു, വൈകുന്നേരം അവർ കൊയ്തെടുക്കുന്നു. അങ്ങനത്തെ ചില ആളുകൾ ഖബറിൽ കൃഷി ചെയ്യാൻ. ഖബറിൽ കൃഷി വെറുതെ ഇരിക്കുന്നില്ല. ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയവരാണ്, പക്ഷെ ഖബറിൽ അവരിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഫഖുൽതു ലിജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലാ യാ ജിബ്രീൽ, മൻ ഹൗലാ യാ ജിബ്രീൽ, ജിബ്രീലേ ആരാണിവർ എന്ന് ജിബ്രീലിനോട് ഞാൻ ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, ഹുമുൽ മുഹാജിറൂൻ, അവരാണ് ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി തന്റെ കുടുംബത്തെ, തന്റെ സമ്പത്തിനെ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി മാറ്റിവെച്ചവര്, തന്റെ കുടുംബത്തെ മുഴുവനും അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഹിജ്റ പോയവരാണ്. അവർ മുഹാജിറുകളാകുന്ന സ്വഹാബത്താണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകളാകുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതാകുന്ന സ്വഹാബത്ത്, അവരാണ് എവിടെ? ഖബറിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പരിപാടി എന്താ? അവർ ഖബറിൽ കൃഷി ചെയ്യുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്. ഇവിടെ ശ്രദ്ധിക്കുന്നു. ഇതൊക്കെയാണ് ഖബറിൽ നടക്കുന്ന സംഭവം. നമ്മൾ മനസ്സിലാക്കിയതിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ അവിടെ പോയി വെറുതെ കുത്തിയിരിക്കുകയല്ല. അവിടെ പല പരിപാടികളുണ്ട്. അവിടെ എഴുത്തും കുത്തുകൊണ്ട്. അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കഫം പുടവിലേക്ക് എഴുത്തും കുത്തുകൊണ്ട്. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃഷി ഇറക്കാൻ, വിത്തിറക്കാൻ ആര്? മുഹാജിറുകളാകുന്ന ആളുകൾ, സ്വഹാബത്തെ കിറാം. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടല്ലേ അവരെ പറ്റി പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഹാജിറുകളാകുന്ന ആളുകൾ, അൻസാരികൾ, അവരൊക്കെ ഏറ്റവും വലിയ വിജയം വരിച്ച ആളുകളാണ്. അള്ളാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു, അവരും റബ്ബിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിൽ അത്ഭുതം മാത്രമല്ല, ഖബറിൽ ചില ആളുകളെ തന്നെ അള്ളാഹുവിന്റെ റസൂല് സ്വർഗീയ ആരാമമായിട്ട് ആ സ്വർഗത്തിൽ തത്തിക്കളിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വർഗ്ഗത്തിൽ പറക്കുന്നതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. അദ്ദേഹം വഫാത്തായി, ഖബറിൽ കിടക്കാൻ. പക്ഷെ അപ്പൊ തന്നെ എവിടെ കണ്ടു? സ്വർഗ്ഗത്തിൽ കണ്ടു. അഥവാ ഖബർ എന്താണ്? അദ്ദേഹത്തെ സ്വർഗീയ ആരാമമാക്കിയിരിക്കാൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ ഹംസയെ കണ്ടു റളിയല്ലാഹു അൻഹു.
ഉഹദ് രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് വെട്ടേറ്റുകൊണ്ട് 70ഓളം വെട്ടേറ്റുകൊണ്ട് ഷഹീദായ സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹു സയ്യിദു ശുഹദാ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന മഹാനവറുകളെ ഞാൻ കണ്ടു സ്വർഗീയ ആരാമത്തിൽ തത്തിക്കളിക്കുന്നതായി. അഥവാ ഖബർ തന്നെ അദ്ദേഹത്തിന് സ്വർഗീയ ആരമായിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയെത്ര സഹാബത്തിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞു. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു മുഅത്തത്ത് യുദ്ധത്തിൽ വെച്ച് ഷഹീദായ മനുഷ്യനാണ്. മുഅത്തത്ത് യുദ്ധത്തിൽ വെച്ച് ഷഹീദായ വ്യക്തിയാണ്. യുദ്ധം കഴിഞ്ഞ് കൊടുമ്പിരി കൊണ്ട് കിടക്കുന്നതാകുന്ന ആ യുദ്ധം കഴിഞ്ഞതാകുന്ന രണഭൂമിയിലേക്ക് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന പ്രിയതമ കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട് അന്വേഷിക്കുന്ന നബിയെ എന്റെ ഭർത്താവ് എവിടെ? വിധങ്ങൾ പറഞ്ഞു ഇന്നഹു ഷഹീദുൻ, അദ്ദേഹം ഷഹീദായിട്ടുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് ഇന്നഹു യതീറു ഫിൽ ജന്ന കമാ തതീറു തൈറു ഫിൽ ഹവാ. അദ്ദേഹം സ്വർഗത്തിലെ പരിമളം ആസ്വദിച്ചുകൊണ്ട് സ്വർഗത്തിലെ പക്ഷിയായി പറവയായി തത്തിക്കളിക്കുകയാണ് ഖബറിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഖബറിൽ ഒരു കിളിയെ പോലെ കടക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി കമാ തതീറു തൈറു ഫിൽ ഹവാഇ, ആകാശലോകത്തിലൂടെ വായുവിലൂടെ വട്ടമിട്ട് പറക്കുന്നതാകുന്ന പറവകളെ പോലെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമാകുന്ന ലോകം തീർത്തിരിക്കുകയാണ്. അതിനാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ആലമുൽ ബർസഖ് അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഖബറിന്റെ ലോകം എന്ന് പറഞ്ഞാൽ വിശാലമാണ്. നമ്മൾ മനസ്സിലാക്കിയതിലെ 4 അടി അടിയിലേക്ക് കൊണ്ടുപോയി വെച്ച് ഇരുട്ടറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് അത് നമുക്കാണ്. തിന്മകൾ ചെയ്യുന്ന ആളുകൾ അല്ലാഹു നമ്മളെ നന്മയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നന്മയുടെ കൂട്ടത്തിലുള്ള ആളുകൾ സ്വഹാബത്തെ കിറാം മുഹാജിറുകളാകുന്ന ആളുകൾ അവരൊക്കെ അവിടെ വിത്തിറക്കി കൃഷി ചെയ്യാൻ. രാവിലെ വിത്തിറക്കും, വൈകിട്ട് നെയ്യും, ഇത് കൊയ്തെടുക്കും. മുഹമ്മദ് റസൂലുള്ളാഹി. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖബറിൽ സ്വർഗീയ ആരാമത്തിൽ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷികൾ ആകാശലോകത്ത് വട്ടമിട്ട് പറക്കുന്നത് പോലെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ പക്ഷിക്ക് കറങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ചെറിയ കൂട് വരല്ലോ, നല്ലതുപോലെ വിശാലമായ രീതിയിൽ കറങ്ങണമെങ്കിൽ, പ്രത്യേകിച്ച് സ്വർഗ്ഗത്തിലാണെങ്കിൽ. അപ്പോൾ ഖബർ അത്രത്തോളം വിശാലമാണ്. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലെ ഒരു സംഭവമാണ് ഈ പറയുന്നത്. ഖബറിൽ അത്ഭുതമാണ്. ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ, എത്രയെത്ര ശിക്ഷകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ശിക്ഷകളും സംഭവങ്ങളും ഒക്കെ ഏകദേശം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് മവാഹിബുൽ ജലിയ. അതൊരെണ്ണം നിർബന്ധമായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുമിക്കണം. അത് വാങ്ങിക്കണം. നമ്മൾ ആകെ 250 രൂപ 300 രൂപയാണെന്ന് എന്റെ ഓർമ്മ വരെ. അതാണ് നമ്മൾ എത്രയോ പൈസ നമ്മൾ ഹറാമായ രീതിയിൽ നമ്മൾ ചെലവഴിക്കുന്നു. അല്ലാഹു ഹലാലിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. 300 രൂപ എടുത്ത് അതൊരെണ്ണം നമ്മൾ സ്വന്തമാക്കണം. ഓരോ വീട്ടിലും അത് അത്യാവശ്യമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഡെയിലി ഒരു ദിവസം ഒരു പേജെങ്കിലും ഒന്ന് വായിക്കാൻ പറയാം. മലയാളമല്ലേ, നമ്മുടെ നാട്ടുകാരനല്ലേ എഴുതിയത്, ഓന്നിരായ ഉസ്താദല്ലേ, വലിയ വലിയ ആലിമീങ്ങൾ പോലും അത് നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ. എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, എന്താണത്, വല്ലാത്തൊരു കാവ്യമാണ്. കാരണം അതെന്താണ്, ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതിന് കിതാബ്, ഇന്ന കിതാബ് ഇത്രാമത്തെ പേജ് എന്ന് പറയുന്നു. അതൊരു സംഭവം. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ എന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാലും അത് അസ്ഥാനത്തെന്നാണെന്ന് തുഹഫയിലുള്ളത്. കണ്ടാൽ ആദ്യം എന്ത് വേണം, സലാം പറഞ്ഞിട്ടായിരിക്കണം തുടങ്ങേണ്ടത്, വർത്താനം പറഞ്ഞിട്ടല്ല. ഒരാൾ സലാം പറയാതെ വർത്തമാനം പറഞ്ഞിട്ട് തുടങ്ങിയാലോ പിന്നീട് അവർ സലാം പറയുന്നത് അസ്ഥാനത്താണ്, അത് സ്ഥാനത്തല്ല. അതെവിടെ പറഞ്ഞിട്ടുണ്ട്? അതാ ഇബ്നു ഹജറുൽ ഹൈതമി ശാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താദിൽ പറഞ്ഞിട്ടുണ്ട്. സലാം കൊണ്ട് മിണ്ടലാണ് വേണ്ടതെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അത് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. നോക്ക് നിങ്ങൾ, എന്ന് തുടങ്ങി 4 വരിയെ പാടിയിട്ടുള്ളൂ. പക്ഷെ അതിൽ പല കിതാബുകൾ നോക്കിയിട്ട് റഫർ ചെയ്തിട്ടാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഉപോത്ബലകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് ചോദിക്കുന്നത്. എന്ത് പറഞ്ഞാലും തെളിവുണ്ട്, എവിടെ ഉസ്താദ് അത് പറഞ്ഞു, എവിടെ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞതിന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രന്ഥം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കെ അത് ഒരെണ്ണം വാങ്ങണം, അത് വായിക്കണം. എങ്കിൽ ഹൃദയം തീർച്ചയായും സ്ഫുടം ചെയ്യും. ഞാൻ ഇന്ന് ആ ബൈത്ത് മുഴുവൻ പാടുന്നില്ല ഖബറിനെ കുറിച്ച്, കാരണം നിങ്ങളൊക്കെ അത് വാങ്ങിക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അത് വാങ്ങണം, അത് മനസ്സിലാക്കണം. ഒരുപാട് വിഷയങ്ങൾ
അവരുടെ രംഗങ്ങൾ, അതിലെ വിഷയങ്ങൾ, എത്രയോ വിഷയങ്ങൾ വളരെ റാഹത്തായ നിലയിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഖബർ മാത്രമല്ല, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, നരകത്തെ കുറിച്ച് പറഞ്ഞു, സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, സതുപദേശം എന്ന ഹെഡിങ് വെച്ചുകൊണ്ട് പറഞ്ഞു, കല്യാണത്തിലെയും അതിലെ ആർഭാടങ്ങളെ കുറിച്ച് പറഞ്ഞു, മനുഷ്യനുണ്ടാകേണ്ട അദബുകളെ കുറിച്ച് പറഞ്ഞു, ഒരു മുത്തഅല്ലിമിനുണ്ടാകേണ്ട അദബുകളെ കുറിച്ച് പറഞ്ഞു, ഒരു മുഅല്ലിമിനുണ്ടാകേണ്ട അദബുകളെ കുറിച്ച് പറഞ്ഞു. എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ആലിമിന് ഉപകരിക്കും, മുത്തഅല്ലിമികൾക്ക് ഉപകരിക്കും, സാധാരണക്കാർ ഉപകരിക്കും, എല്ലാവർക്കും ഉപകരിക്കും. അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം അല്ലാഹു അത് പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലെ എത്രയോ ശിക്ഷകൾ സഹോദരങ്ങളെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, റഅയ്തു ഫീഹാ ഖൗമാ, ഖബറിൽ ചില ജനങ്ങളെ ഞാൻ കണ്ടുപോയ സ്വഹാബ, വലഹും ലഹുമുൻ നദീജ് വലഹുമുൻ ആഖറു ഖബീസ്, അവരുടെ അടുക്കൽ നല്ലതാകുന്ന വേവിച്ചതാകുന്ന മാംസമുണ്ട്, മോശപ്പെട്ടതാകുന്ന മാംസവും അവരുടെ അടുക്കലുണ്ട്. ആ ഖബറിലുള്ള ആളുകളോട് മലക്കുകൾ മോശപ്പെട്ട മാംസം തിന്നാൻ നിർബന്ധിക്കുകയാണ്. ഖബറിലുള്ളവരോട് പറയുകയാണ്, സഹോദരാ സഹോദരി, നീ തീർച്ചയായിട്ടും ഈ മോശപ്പെട്ട മാംസം തിന്നണേ എന്ന് പറയുകയാണ്. അവരെ കൊണ്ട് അടിച്ചുകൊണ്ട് തീറ്റിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ വിശാലമായ പ്രവിശാലമായ നല്ല സുന്ദരമാക്കപ്പെട്ട സ്വാദിഷ്ടമാകുന്ന ഭക്ഷണ തളികകളുണ്ട്. പക്ഷേ അത് കഴിക്കാൻ അവരോട് കൽപ്പിക്കുന്നില്ല. അവരോട് അടിച്ചുകൊണ്ട് മോശപ്പെട്ടതാകുന്ന ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ പറയുകയാണ്. ഫഖുൽതു ജിബ്രീൽ, ഖബറിൽ നടക്കുന്ന ഈ അത്ഭുതത്തെ കണ്ടുകൊണ്ട്, ഖബറിൽ നടക്കുന്ന ഈ ശിക്ഷയെ ഓർത്തുകൊണ്ട് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, ജിബ്രീലേ മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഇത്? എന്തൊരു വലിയ ശിക്ഷയാണ്, എന്തൊരു വലിയ പ്രയാസമാണ്, എന്താണ് ഇവർ ചെയ്തതാകുന്ന തെറ്റെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വലഹും ഇംറാത്തുൻ ഹലാൽ, അവർക്കതാ അനുവദനീയമാകുന്ന മാർഗത്തിലൂടെ വിവാഹത്തിലൂടെയുള്ള ഹലാലാകുന്ന ദമ്പതിമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്. പക്ഷേ വതറകൂഹുന്ന ലിസിനാ, ആ സ്ത്രീകളെയെല്ലാം അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വ്യഭിചാരത്തിന് വേണ്ടി ഉപേക്ഷിച്ചിരുന്നവരാണ്. ദുനിയാവിൽ ജീവിച്ചിരുന്നതാകുന്ന സന്ദർഭത്തിൽ അവരവരുടെ പ്രിയപ്പെട്ട ഭാര്യമാര്, പാവപ്പെട്ട സഹോദരിമാര് സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞതിന്റെ പേരിൽ ആ സ്ത്രീകളെ മറന്നുകൊണ്ട് ഗുണ്ടൽപേട്ടിലേക്ക് പോയ സഹോദരനാണ്. ആ സഹോദരിമാരെ മറന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന കാമഭ്രാന്തുള്ളതാകുന്ന സിറഫുത്തിലേക്ക് യാത്ര തിരിച്ചവരാണ്. അവരുടെ വികാര വിചാരങ്ങളെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ വേണ്ടി വ്യഭിചാരശാലകളിലേക്ക് പോയവരാ. അവരാണ് ആ ഖബറിൽ വെച്ച് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. മോശപ്പെട്ട മാംസം അവരെ നിർബന്ധിച്ച് തീറ്റിക്കുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ഹലാലായ ഭാര്യമാരുണ്ടായിരിക്കെ ആ ഭാര്യമാരെ മറന്ന് അന്യരാകുന്ന സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടി തയ്യാറെടുത്തതാകുന്ന സഹോദരങ്ങൾ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതേപോലെ തന്നെ ഭാര്യമാർക്കും സ്ത്രീകൾക്കും ഇത് തന്നെയാണ് ശിക്ഷ. ദുനിയാവിൽ ഭർത്താവിനെ മറന്നിട്ട് ഇതര സമുദായത്തിലെ സഹോദരൻ അല്ലെങ്കിൽ അവൾക്ക് അനുവദിക്കപ്പെടാത്തതാകുന്ന ഹറാമായപ്പെട്ടതാകുന്ന സഹോദരങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാകുന്ന വ്യഭിചരിക്കുന്നതാകുന്ന സഹോദരിമാർക്കും 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ശിക്ഷ തുടങ്ങാം. മഹ്ശറയിൽ വേറെ അങ്ങനെയുണ്ട്. എന്താ ഉസ്താദ് ഖബറിലെ ശിക്ഷയിൽ പറയുന്നത്? ഖബറിലെ വിഷയമാണ്. വ്യഭിചരിക്കുന്ന ആളുകൾക്ക് മഹ്ശറയിൽ വേറെയുണ്ട്. ഇത് ഖബറിലേക്ക് എത്തുമ്പോ ഖബറിൽ വെച്ച് അവർക്ക് നല്ല ഭക്ഷണം അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. ആ ഭക്ഷണം കഴിക്കാൻ, അതിലേക്ക് അവരുടെ കൈ കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന സമ്മതിക്കൂല. തൊട്ടടുത്ത് തന്നെ മോശപ്പെട്ടതാകുന്ന മാലിന്യ കൂമ്പാരമാകുന്ന മാംസാഹാരം കൊണ്ടുവന്ന് വെച്ച് ആ മാംസത്തിലേക്ക് മാലിന്യത്തിലേക്ക് അവരെ നിർബന്ധിക്കുകയും അത് തിന്നാൻ വേണ്ടി മലക്കുകൾ അവരെ തൊണ്ടുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
എന്താ അവർ ചെയ്ത തെറ്റ്? ഭാര്യമാരെ വിട്ടിട്ട് അന്യരാകുന്ന ആളുകളിലേക്ക്, സഹോദരിമാരിലേക്ക് പോയവരാ. ഭർത്താവിനെ വിട്ടിട്ട് അന്യരാകുന്ന പരപുരുഷന്മാരുമായി സുഖഭോഗത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാകുന്ന പെണ്ണാണ്. അവളെ പടച്ചിറപ്പി ശിക്ഷിക്കുന്നത് ഇത്തരത്തിലായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. നടക്കുന്ന ശിക്ഷകളാണ്, ഖബറിൽ നടക്കുന്ന ശിക്ഷ. നബി പറഞ്ഞു, റഅയ്തു ബിഐനയ്യ, എന്റെ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടുപോയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെയാണ് ഖബറിലെ അത്ഭുതങ്ങൾ, ഖബർ നടക്കുന്ന ശിക്ഷകൾ. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, റഅയ്തു ഖൗമാ തുറളഹു റൂസുഹും ബിർറഖ്സി കമാ കുല്ലമാ റളഖത് ആദതു റൂസുഹും ഇലാ മാ കാനത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ ഖബറിന് സാരമല്ല, ഖബർ ചെറുതല്ല. ഖബറിലെ ശിക്ഷകളും ഖബറിലെ ബുദ്ധിമുട്ടുകളും ഖബറിലെ അത്ഭുതങ്ങളും അത് വിശാലമാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ കണ്ടുപോയി. ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ അവർ ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയെന്നറിയുമോ? പാറക്കല്ലിന്റെ ചീളെടുത്തിട്ട് സ്വന്തമായി തലയിടിച്ച് പൊട്ടിക്കുകയാണ്. രക്തം തലയിലൂടെ ചീന്തുകയാണ്, രക്തം തലയിലൂടെ പാർന്നൊലിക്കുകയാണ്. അവർ മരിക്കുകയാണ്, മരണത്തിലേക്ക് പോവുകയാണ്. മറ്റൊരാൾ ഒരു കല്ലെടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് എറിഞ്ഞാൽ എന്തൊരു വേദനയാണ്. സ്വന്തമായി തന്നെ ആത്മഹത്യ ചെയ്യിക്കുകയാണ്. പാറക്കല്ല് കയ്യിലെടുത്തിട്ട് അവന്റെ തലയിലേക്ക് അവൻ തന്നെ ഇടിക്കുകയാണ്. അവന്റെ തലയിലേക്ക് ആഞ്ഞാനിടിക്കുകയാണ്. പതുക്കെ ഇടിക്കുന്നവന്റെ തലയിലേക്ക് മലക്കുകൾ കല്ലെടുത്തുകൊണ്ടിരിക്കുമത്രേ. എന്നിട്ടോ ആ തലയങ്ങോട് പൊട്ടിപ്പളരുകയാണ്. രക്തങ്ങൾ പൊടിപ്പടുകയാണ്, രക്തം നെറുകളിക്കുകയാണ്. രക്തം വാർന്നൊലിച്ച് കിടക്കുന്നതാകുന്ന സഹോദരൻ അവസാനം മരണത്തിലേക്ക് പോവുകയാണ്. തല പൊട്ടിപ്പിളർന്നുകൊണ്ട് രക്തം വാർന്ന് അവൻ മരണപ്പെട്ടു പോയി കഴിയുമ്പോ ഖബറിലതാ വീണ്ടും അവനിലേക്ക് ആത്മാവിനെ മടക്കുകയത്രേ. മരിക്കുന്ന സമയത്ത് ആത്മാവ് വരും. പിന്നീട് ഖബറിലെത്തുമ്പോൾ ചോദ്യം തുടങ്ങുന്ന സന്ദർഭത്തിൽ ആത്മാവ് നൽകും. റഹ്മാൻ എന്ന മലക്ക് വരുമ്പോ ആത്മാവിനെ തിരിച്ചിടും. എന്നിട്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ചത്തു കിടക്കുന്ന ഡെഡ് ബോഡിയോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിന്നെ നന്മ തിന്മകളെ എഴുതാൻ വേണ്ടിയൊക്കെ പറയുമ്പോ അവനിലേക്ക് ആത്മാവ് തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നീട് അവന്റെ ശിക്ഷകൾ മുഴുവനും എത്ര ദിവസമാണ്? സുബ്ഹാനല്ലാഹ്, എത്ര ദിവസം ചോദ്യം ഉണ്ടാകുക? എത്ര ദിവസം ഉണ്ടാവും? 2 ദിവസം. ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരുപക്ഷേ അത് 7 ദിവസമല്ല 40 വരെ ചിലപ്പോൾ നീളാം. അത് ഓരോരുത്തരുടെ വിധി പോലെയാണ്. അതുകൊണ്ടാണ് 3, 7, 11, 40 ഒക്കെ നമ്മുടെ ഇടയിൽ കടന്നു വന്നു. മനസ്സിലായോ? 3 ഇപ്പോഴും നടക്കുന്നില്ലേ? ഇല്ലേ? ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ പോയി ബിരിയാണി പൊറോട്ട അടിക്കുന്നില്ല. എന്നിട്ടിപ്പോ ഇല്ല ഉസ്താദേ. ഇപ്പൊ പഴയ പോലെ ഒന്നും ഫുഡ് കിട്ടുന്നില്ല ഉസ്താദേ. അതാണ് വരാൻ. അതെന്താ സംഭവം? ഈ 3, 7, 11 ഒക്കെ വന്നത് അത്രയും ദിവസം ചോദ്യം ഖബറിൽ നീണ്ടു നിൽക്കും. ഇമാം സുബ്കി റഹിമഹുല്ലാഹ് ഇതൊക്കെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ വലിയ വിഷയങ്ങളാണ്, പഠിക്കേണ്ടതാണ്, പഠന വിധേയമാക്കേണ്ടതുമാണ്. ചർച്ച നീണ്ടുപോകും, വേറൊരു വിഷയത്തിലേക്ക് പോകും. നമ്മുടെ ഈ അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റൂല. 1-2 വിഷയം പറയട്ടെ. സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. 2 മണിക്കൂർ ആകാറായി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലമാ റുളിഖത് ആദതി ഇലാ മാ കാനത്. തല പൊട്ടി രക്തം ചീന്ത് വാർന്നൊഴുകി കഴിഞ്ഞ് അവസാനം അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറപ്പെടുവിച്ചിട്ട് വീണ്ടും ആത്മാവിനെ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്ത് തല പൂർവാധികം ഭംഗിയാക്കി പഴയ രൂപത്തിലാക്കും. എന്നിട്ട് വീണ്ടും ഇടിക്കാൻ വേണ്ടി കല്ല് കൊടുക്കും. വീണ്ടും ഇടിച്ചു പൊട്ടി. അങ്ങനെ തന്നെ എവിടം വരെ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ചിന്തിച്ചു നോക്ക്, ഖബറിലുള്ള ശിക്ഷ. ഇതാർക്കാ? കേട്ടോളി.
ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ, ഇതാരെയാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഖബറിൽ ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഇത്രയേറെ നൊമ്പരങ്ങൾ, ഇത്രയേറെ വിഷമങ്ങളും ഇത്രയേറെ ദുഃഖങ്ങളും മനുഷ്യനുണ്ടായിട്ടും ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് കയ്യിലേക്ക് കല്ലിന്റെ ചീള് കൊടുത്തുകൊണ്ട് സ്വന്തമായ തല പൊട്ടിക്കുന്നതാരാണ്? രക്തം ചീന്തുന്നതാരാണ്? രക്തം വാർന്നൊലിച്ച് മരണപ്പെടുന്നതാരാണ്? വീണ്ടും അവനിലേക്ക് ആത്മാവ് മടക്കിയിട്ടുകൊണ്ട് ഇത്ര പ്രയാസപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, ഹൗലാഇല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ, നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്, ദുനിയാവിൽ നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്. സുബഹിയുടെ ബാങ്കുല കർണപുടത്തിലേക്ക് അലയൊലി കൊള്ളുന്നതാകുന്ന സമയത്ത് ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ ഉറങ്ങുന്നതായ സഹോദരനാണ്, ഉറങ്ങുന്നതായ സഹോദരിയാണ്. ളുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോ, അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ കച്ചവടം ചെയ്തുകൊണ്ട് കട തുറന്നു വെച്ചുകൊണ്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനാ. ഒരു ജോലി തിരക്കുമില്ല, അല്ലാഹുവിലേക്ക് വരാതെ നിൽക്കുന്നവനാണ്. അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാ, ഞായറാഴ്ച ദിവസങ്ങൾ നടക്കുന്ന കല്യാണ മണ്ഡപങ്ങൾ വെച്ച് നമസ്കരിക്കുന്നതാകുന്ന വധൂവരന്മാർ പോലും അവർ നമസ്കാരമില്ലാത്തവരായി പോയില്ലയോ? വിവാഹ സുദിനത്തില് അവർ നമസ്കാരമില്ലാത്തവരായി പോയില്ലയോ? എത്രയോ സഹോദരിമാരാണ്, എത്രയോ കല്യാണ വീടുകളാണ് പടച്ചറബി ഏറ്റവും ഇഷ്ടപ്പെട്ട മഹത്തമാകുന്ന ഒരു സുന്നത്താകുന്ന നിക്കാഹ് നടക്കുന്ന, കാർമികത്വം നടക്കുന്നതാകുന്ന സമയത്ത് പോലും ജമാഅത്തിന് ശ്രദ്ധ പതിപ്പിക്കാത്ത ആളുകളില്ലയോ? മുസ്ലിമീങ്ങളില്ലയോ? എത്രയോ സഹോദരിമാരാണ് ലിപ്സ്റ്റിക് ഇട്ടതാകുന്ന ചുണ്ടുകളുമായി, സന്തരമാക്കപ്പെട്ട കവിൾത്തടങ്ങളുമായി, മനോഹരമാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഓഡിറ്റോറിയങ്ങളിൽ നിറങ്ങുന്ന പ്രിയപ്പെട്ട പെൺകൊടികളെ, എന്തേ പേടിയില്ലയോ? ഭയമില്ലയോ? ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ലയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ, നമസ്കരിക്കാതെ ദുനിയാവിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്, ദുനിയാവിൽ വെച്ച് നമസ്കരിക്കാതെ പോകുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ തലയാണ് ഇടിച്ചു പൊളിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പാതിരാത്രി സമയമായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ അടുക്കൽ കടന്നുറങ്ങുകയാണ്. പ്രവാചകന്റെ പൊട്ടിക്കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്. നബിയതാ കരയുകയാണ്. നബിയോട് ഞാൻ ചോദിച്ചു പോയി, നബിയെ, എന്നിൽ നിന്ന് വല്ല വശവും അവിടുത്തേക്ക് സംഭവിച്ചു പോയി നബിയെ, എന്തിനാണ് കരയുന്നതെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ല ഇല്ല ആയിഷ, ഞാൻ കരയുന്നത് അതിനൊന്നുമല്ല. അദാബുൽ ഖബരി ഹഖ്ഖുൻ യാ ആയിഷ, അദാബുൽ ഖബരി ഹഖ്ഖുൻ യാ ആയിഷ, ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണ്, ഖബറിലെ ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകുമേ. ഞാൻ മരണത്തിലേക്ക് ഓർത്തുപോയി, ഖബറിനെ കുറിച്ച് ഓർത്തുപോയി. ഈ കടക്കുന്ന ഞാൻ ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ പോയി കടക്കേണ്ടവനാണല്ലോ എന്നുള്ള ചിന്ത എന്റെ മനോമുഖരത്തിലേക്ക് കടന്നു വന്നുപോയി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയും എന്നിട്ട് പ്രവാചകൻ ആയിഷയോട് പറയുകയാണ്, അദാബുൽ ഖബരി ഹഖ്ഖുൻ യാ ആയിഷ, ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബഅദഹാ സ്വലാതാ ഇല്ലാ വയതഅവ്വദു മിൻഹാ ഐ മിനൽ ഖബരി. ഹബീബായ നബി തങ്ങളെ പിന്നീട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഇല്ല. എല്ലാ നമസ്കാരത്തിലും, അത് സുന്നത്താകട്ടെ ഫർളാകട്ടെ, അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്ന സർവ്വ നമസ്കാരങ്ങളിലും ലോകത്തിന്റെ നായകൻ കാവൽ തേടുകയാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബരി, അല്ലാഹുവേ, അല്ലാഹ് ഖബറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഇത് പ്രാർത്ഥിക്കാതെ, ഇത് ദുആ ചെയ്യാതെ, ഇത് പ്രവാചകന്റെ ദിന
ദിനചര്യയാക്കാതെ ഒരൊറ്റ നമസ്കാരവും തന്റെ ജീവിതത്തിൽ പിന്നീട് കഴിഞ്ഞിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ചിന്തിച്ചു നോക്ക്, ഖബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭയപ്പാട് എത്രമാത്രം. ആരാണ് ജീവിതത്തിൽ ഒരു തെറ്റ് ചിന്തിക്കുക പോലും ചെയ്യാത്ത മുഹമ്മദ് റസൂലുള്ളാഹി? എവിടെ സലാത്ത് ഇപ്പോഴും ഇല്ലല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി. ഞാനൊരു കാര്യം തീർച്ചയായിട്ടും പറയാം. ഖബറിലെ രക്ഷപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഖുർആൻ ഓതൽ. ഒന്ന് ഖബറിൽ രക്ഷ കിട്ടണമെങ്കിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ മുൽക്ക് ഓതുക. സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് ദിനേന പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അലിഫ് ലാം മീം സജദ എല്ലാ ദിവസവും ഓതണം. അലിഫ് ലാം മീം സജദ. അലിഫ് ലാം മീം സൂറത്ത് സജദ സൂറത്ത് അറിയില്ലേ? സജദ സൂറത്ത് ഓതുക. അതിൽ തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്. ആ സുജൂദ് ചെയ്തുകൊണ്ട് തന്നെ ഓതുക. അത് നമസ്കാരത്തിൽ തന്നെ ഓതുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയിലായിരുന്നു പ്രവാചകന്റെ ആ നമസ്കാരം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ റക്അത്തിൽ സജദ സൂറത്ത് ഓതി സുജൂദ് ചെയ്ത് എഴുന്നേറ്റ് വന്ന് വീണ്ടും ആ സൂറത്ത് പൂർത്തീകരിച്ച് രണ്ടാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതി നമസ്കരിക്കുമായിരുന്നു. രാത്രിയിലെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിരുന്നു. ഹദീസ് കാണാം, മാ നാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വ സൂറത്തുൽ മുൽക്ക്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിരുന്നില്ല. അലിഫ് ലാം മീം സജദയും സൂറത്തുൽ മുൽക്കും ഓതാതെ നബി തങ്ങൾ ഉറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും നബി പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഇന്ന് ഖുൽ ഹുവല്ലാഹു ഓതിയിട്ടില്ല. ഇന്നിപ്പോൾ ദുആ രക്കാൻ വേണ്ടി ഓതിയപ്പോഴാണ് 3 വട്ടം ഓതിയത്. ഇതാണ് നമ്മുടെ അവസ്ഥ. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ അതിലൊക്കെ ഒരുപാട് പുരുഷന്മാർ, പ്രായം ചെന്ന ഉപ്പമാരും പ്രായം ചെന്ന ഉമ്മമാരും നമുക്കിടയിലുണ്ട്. അവർ ദിനേന അത് പതിവാക്കുന്നുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഉസ്താദേ, ഞാനിത് ഡെയിലി ചെയ്യുന്നതാണല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ യൂട്യൂബിലൂടെ ലൈവായി പ്രഭാഷണം കേൾക്കുന്നവരുണ്ടാകും. ധാരാളം ആളുകൾ. നിങ്ങളും നിത്യമായി പതിവാക്കണം. എല്ലാ ജോലി തിരക്കും കഴിഞ്ഞ് നിങ്ങൾ രാത്രി വിശ്രമിക്കാമെന്നെങ്കിലും ഈ സൂറത്തുകൾ പതിവാക്കണം. യാസീൻ, ഇദാ വഖഅതിയ തബാറക, അലിഫ് ലാം മീം സജദ. ഖബറിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്കും അതുപോലെ തന്നെ അലിഫ് ലാം മീം സജദ നിത്യം പതിവാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റൊന്ന് ഹുബ്ബുൻ നബിയാണ്. ഹുബ്ബുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. നബിയോടുള്ള സ്നേഹം വെച്ചവൻ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെയാ സ്നേഹം വെക്കുന്നത്? നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് തന്നെയാണ്. അപ്പോഴാ സ്നേഹം ഉണ്ടെന്ന് തിരിയുന്നു. ഇത് മിണ്ടാൻ നബി ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? അവനാണ് സലാത്ത് നിങ്ങൾ ഉറക്കെ ചെല്ലാതിരുന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് പോയത്. എന്റെ വിഷയം ഇങ്ങനെ കിടക്കുന്നുള്ളതുകൊണ്ട് അതിലേക്കൂടെ തെന്നിയൊന്നും. നബിയോടുള്ള സ്നേഹമുണ്ട് എങ്കിൽ മഹബ്ബത്തുൻ നബി അതൊരു അടിസ്ഥാന കർമ്മമാണ്, അടിസ്ഥാനമാണ്. അതുണ്ട് എങ്കിൽ ഖബറിലും രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ.